ഹായ്, ക്രേസി ഹാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 ml ഒരു കപ്പ് അളവിലുള്ള നുറുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് കഴുകിയിട്ട് ഇതുപോലെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊരു കുക്കറിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുക്കർ വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ചൂടായതിന് ശേഷം നമുക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു വറ്റൽമുളക്, പിന്നെ 2 നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 15 ചെറിയ ഉള്ളി. അതൊന്ന് ചെറുതായിട്ടൊന്ന് 2ആയിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. അതിന് ശേഷം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് നേരം നമ്മൾ ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ബീൻസ്, പിന്നെ ഒരു പകുതി ക്യാരറ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പ്, ഇതിൽ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലുള്ള നുറുക്ക് ഗോതമ്പ് നമുക്ക് ഇതിനകത്തേക്ക് കൂടി ചേർത്തിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ ഇത് വഴറ്റി കൊടുക്കണം. എന്നാലും മാത്രമേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഉപ്പുമാവ് നമുക്കിങ്ങനെ കുഴഞ്ഞു പോകാതെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് 1/4 കപ്പ് അളവിലുള്ള, അപ്പോൾ നമ്മൾ ഗോതമ്പ് എടുത്ത സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ്. മേലെ ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോകാൻ പാടില്ല. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഇതിനകത്ത് വേണ്ടത് ഒരു 3 വിസിലാണ്. അപ്പോൾ വിസിലിൻ്റെയൊക്കെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ച് മാറ്റി മറിഞ്ഞൊക്കെ വരും. അപ്പോൾ ചിലപ്പോൾ 2 വിസിലായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3 വിസിൽ വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടിരുന്ന്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. കണ്ട, വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിരുന്നു. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ട്, മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ നമുക്കത് കറക്റ്റായിരുന്നു. ഉണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 3 മിനിറ്റ് നേരം ഈ നുറുക്ക് ഗോതമ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചെയ്തത് കൊണ്ടാണ് ഇതുപോലെ കുഴഞ്ഞു പോകാതെ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.